നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങൾ പെരുകുന്നത് ആശങ്ക പരത്തുന്നു. മുൻകാലങ്ങളിലേക്കാൾ ഇത്തരം സംഭവങ്ങൾ പെരുകിയതാണ് ആശങ്ക പരത്തുന്നത്. പുതിയ വാഹനങ്ങൾ പോലും തീപിടിച്ച സംഭവങ്ങളും ഉണ്ടായി. ആലപ്പുഴയിലാണ് ഏതാനും മാസം മുൻപ് പുത്തൻ കാറിന് തീപിടിച്ചത്. ഇന്ന് മാത്രം 2 വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. ഇന്ന് പുലർച്ചെ പൊൻകുന്നം മണിമലയ്ക്ക് സമീപം KSRTCയുടെ ഉല്ലാസയാത്രാ ബസ്സിനാണ് തീപിടിച്ചത്. ബസ് പൂർണ്ണമായി കത്തിയമർന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതുകൂടാതെ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് തീപിടിച്ച സംഭവമുണ്ടായത് കോട്ടയം അതിരമ്പുഴയിലാണ്. കോട്ടയം അതിരമ്പുഴ പാറോലിക്കൽ റോഡിൽ അതിരമ്പുഴ പള്ളി മൈതാനത്തിന് സമീപം ഇന്ന് രാവിലെ 9:15-നാണ് സംഭവം. തീയും പുകയും കണ്ടതോടെ സ്കൂട്ടർ യാത്രക്കാരായ യുവാക്കൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയോടി മാറിയതിനാൽ പരിക്കേറ്റില്ല. ബസ്, കാർ, ലോറി തുടങ്ങിയവയൊക്കെ തീപിടിക്കുന്ന സംഭവങ്ങൾ സമീപകാലത്തായി പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ തകരാറുകളാണ് കാരണമെന്നാണ് പൊതുവെ വിലയിരുത്താറുള്ളതെങ്കിലും സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ പെരുകുന്നതാണ് ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുൻപ് ആലപ്പുഴയിൽ CPM നേതാവ് CB ചന്ദ്രബാബുവും കുടുംബവും സഞ്ചരിച്ച പുതിയ കാർ ദേശീയപാതയിൽ എരമല്ലൂരിനടുത്ത് കത്തിയമർന്നു. ഭാഗ്യവശാൽ എല്ലാവരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഷോറൂമിൽ സർവീസ് ചെയ്ത ശേഷം മടങ്ങുകയായിരുന്നു ഇവർ. കഴിഞ്ഞ ഡിസംബർ 26-ന് എടപ്പാൾ വട്ടകുളം മുതൂരിൽ ഓട്ടത്തിനിടെ കാർ കത്തി നശിച്ചിരുന്നു. ചേകന്നൂരിലെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഡോക്ടറും ഒപ്പം ജോലി ചെയ്യുന്ന 3 പേരും കാറിലുണ്ടായിരുന്നു. ഇവരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഡിസംബർ 19-നാണ് പേരൂർക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത്. ഇതുകൂടാതെ ഓരോ ദിവസം എന്നതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ തകരാറെന്ന് പറഞ്ഞ് അവഗണിക്കാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സർക്കാർ വിദഗ്ധ പഠനം നടത്തണമെന്നാണ് ആവശ്യം. പുതുവത്സരത്തെ വരവേൽക്കാൻ നാടെങ്ങും ആഘോഷം. നേരത്തെ കൊച്ചിയും ബീച്ചുകളും കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ആഘോഷങ്ങളും കാർണിവലുകളും മറ്റ് നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു എന്നതാണ് സമീപകാലത്തെ പ്രത്യേകത. ഹോട്ടലുകളും റിസോർട്ടുകളും എല്ലാം വ്യത്യസ്തമായ പരിപാടികളുമായി ഒരുക്കത്തിലാണ്. റൂമുകളെല്ലാം തന്നെ 100% ബുക്കിംഗ് ആണ്. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഗാനമേള, ഡാൻസ്, വെടിക്കെട്ട്, കൂറ്റൻ പാപ്പാഞ്ഞി കത്തിക്കൽ തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. പുതുവർഷത്തിന്റെ പ്രധാന ആഘോഷം നടക്കുന്ന ഫോർട്ട് കൊച്ചിയിലേക്ക് ആയിരക്കണക്കിന് പേരാണ് എത്തുന്നത്. കൊച്ചിൻ കാർണിവലിന് എത്തുന്നവർക്കായി അതീവ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ്. 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. ഫോർട്ട് കൊച്ചിക്ക് പുറമെ ആഘോഷം നടക്കുന്ന ഇടങ്ങളിലെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചുകുട്ടികളെ കാർണിവലിന് കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും മേയർ VK മിനിമോൾ പറഞ്ഞു. മറ്റ് ജില്ലകളിലും ആഘോഷ പരിപാടികൾക്കുള്ള അവസാന ഒരുക്കത്തിലാണ് നാടും നഗരവും. എല്ലായിടത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതികളിൽ നിന്ന് കണ്ടെടുത്തതിനേക്കാൾ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തിയെന്ന് SIT. ഈ സ്വർണം കണ്ടെടുക്കേണ്ടതുണ്ടെന്നും അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധനൻ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. മൂവരും നേരത്തെ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനും SIT കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കും. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് വിളിപ്പിക്കുന്നത്. പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ഡൽഹി യാത്ര ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സംഘം ശേഖരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരുന്നു. സോണിയാഗാന്ധിയുമായുള്ള പോറ്റിയുടെ കൂടിക്കാഴ്ചയിലും അടൂർ പ്രകാശ് ഒപ്പമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കുന്നത്. ഉത്തർപ്രദേശിൽ വാളകൾ വിതരണം ചെയ്തതിന് ഹിന്ദു രക്ഷാദൾ പ്രവർത്തകർ അറസ്റ്റിൽ. ഗാസിയാബാദിലെ ഷാലിമാർ ഗാർഡനിലെ ഓഫീസിൽ വാളകൾ വിതരണം ചെയ്ത 10 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 8 വാളകൾ കണ്ടെത്തി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ 40 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. കൂടുതൽ അന്വേഷണത്തിൽ ഡിസംബർ 29-ന് ഹിന്ദു രക്ഷാദളിന്റെ ദേശീയ പ്രസിഡന്റ് പിങ്കി ചൗധരിയും മറ്റംഗങ്ങളും സംഘടനയുടെ ഓഫീസിൽ വാളകൾ വിതരണം ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചു. കേസിലെ മുഖ്യപ്രതി പിങ്കി ചൗധരി ഒളിവിലാണ്. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞു പോയത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ കത്തിയുമായി പാഞ്ഞെടുത്ത് ചിക്കിംഗ് മാനേജർ. ഇടപ്പള്ളിയിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത്. CBSE മീറ്റിൽ പങ്കെടുക്കാനെത്തിയ +1 വിദ്യാർത്ഥികളെയാണ് മാനേജർ ഭീഷണിപ്പെടുത്തിയതായി പരാതിയുള്ളത്. ചോദ്യം ചെയ്തത് ഇഷ്ടപ്പെടാഞ്ഞ മാനേജർ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും ആക്രമിച്ചെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. വിദ്യാർത്ഥികളുടെയും മാനേജറുടെയും പരാതിയിൽ സെൻട്രൽ പോലീസ് കേസെടുത്തു. മാനേജറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിൽ വിദ്യാർത്ഥികളുടെ സഹോദരങ്ങൾക്കെതിരെയും കത്തികൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചതിൽ മാനേജർക്കെതിരെയുമാണ് പരാതി. മതവിദ്വേഷം പടർത്തുന്ന പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് കയ്പമംഗലത്ത് അറസ്റ്റിലായ ആസാം സ്വദേശി AK-47 തോക്കുകൾ വാങ്ങാൻ ശ്രമിച്ചതായി പോലീസ്. ആസാം മോറിഗോൺ സ്വദേശിയായ റോഷിദുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. 2 വർഷത്തോളമായി ചന്ദ്രാപിന്നി ഭാഗത്തെ ഒരു പന്തൽ നിർമ്മാണ കമ്പനിയിൽ ജോലിക്കാരനാണ് ഇയാൾ. സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത്. ബംഗ്ലാദേശിലുള്ള ഇയാളുടെ അമ്മാവനുമായി ഫോൺ വഴിയും പാകിസ്ഥാനിലുള്ള ചില വ്യക്തികളുമായി ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും
പാകിസ്ഥാനിൽ നിന്ന് മാരക പ്രഹരശേഷിയുള്ള AK-47 തോക്കുകൾ വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിയതായും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ കൊലപാതക കേസ് പ്രതിക്കായി തെരച്ചിൽ തുടരുന്നു. ദൃശ്യ കൊലപാതക കേസിലെ പ്രതി വിനീഷിനായുള്ള തെരച്ചിലാണ് ഊർജിതമാക്കിയിരിക്കുന്നത്. സെല്ലിലെ ശുചിമുറിയിലെ ഭിത്തി പൊളിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. ഡിസംബർ 29 രാത്രിയാണ് വിനീഷ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. വിചാരണ തടവുകാരനായ ഇയാൾ മാനസിക പ്രശ്നത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പ്രണയം നിരസിച്ചതിനാണ് ഇയാൾ ദൃശ്യയെ കൊലപ്പെടുത്തിയത്. അതിർത്തി പ്രദേശങ്ങളിലടക്കം കനത്ത പരിശോധന പോലീസ് നടത്തുകയാണ്. മുണ്ടക്കയം പെരുവന്താനത്ത് ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. KK റോഡിൽ പുല്ലുപാറയ്ക്ക് സമീപം കടുവാപ്പാറയിൽ ഇന്ന് രാവിലെ 8-നാണ് അപകടമുണ്ടായത്. തങ്കമണി ചങ്ങനാശ്ശേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സും തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. നാഗ്പൂരിൽ CSI വൈദികനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് CSI ബിഷപ്പ് കൗൺസിൽ സെക്രട്ടറി ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ. നാഗ്പൂരിൽ കഴിഞ്ഞ 12 വർഷമായി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സൗത്ത് കേരള മഹായിടവകയിലെ വൈദികനായ സുധീർ, അദ്ദേഹത്തിന്റെ ഭാര്യ യാസ്മിൻ എന്നിവരെയും അവിടെയുള്ള 2 സ്വദേശി കുടുംബങ്ങളെയും അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി അപലപനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മതപരിവർത്തനം ആരോപിച്ചാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു ആരാധനയിൽ പങ്കെടുത്തതിനാണ് ഇവരെ പിടികൂടിയത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി എഴുത്തും വായനയും അറിയാത്ത വയോജനങ്ങൾക്ക് ക്ലാസുകൾ നൽകിയും കുട്ടികൾക്കായി നഴ്സറി സ്കൂളുകൾ നടത്തിയും ഗ്രാമങ്ങളിൽ ആരോഗ്യ ശുചിത്വ പരിപാടികൾ സംഘടിപ്പിച്ചുമാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.